ഭക്തലക്ഷങ്ങൾക്ക് സായുജ്യമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. കാനനക്ഷേത്രത്തിൽ ദീപാരാധന നടക്കവെ സന്ധ്യയ്ക്ക് 6:47ഓടെയാണ് ആദ്യ തവണ മകരജ്യോതി തെളിഞ്ഞത്. തുടർന്ന് അല്പസമയത്തിനകം 2 തവണ കൂടി ജ്യോതി തെളിഞ്ഞു. മകരജ്യോതി തെളിഞ്ഞപ്പോൾ 10,000-കണക്കിന് അയ്യപ്പ ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്നാണ് ഒരുമിച്ച് ശരണം വിളികൾ ഉയർന്നത്. പിന്നാലെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന് ദർശനത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു. നേരത്തെ തന്നെ ശബരിമല സന്നിധാനവും വ്യൂ പോയിന്റുകളും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. പുലർച്ചെ 2:30 മകരസംക്രമ പൂജയോടെയാണ് മകരവിളക്ക് ചടങ്ങുകൾ തുടങ്ങിയത്. തിരുവാഭരണമടങ്ങിയ പേടകം ശ്രീകോവിലെത്തിച്ചു. തുടർന്ന് ദീപാരാധനയ്ക്കായി നട അടച്ചു. പന്തളത്തുനിന്നെത്തിയ തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ടത്തോടെ ശരംകുത്തിയിലെത്തി. അവിടെ നിന്നും ദേവസ്വം പ്രതിനിധികൾ യാത്രയെ വാദ്യമേളങ്ങളോടെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു. കൊടിമരച്ചുവട്ടിൽ ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. സോപാനത്തിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങിയ തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തി.